സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ്. സുലേഖ, റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ഗതാഗതം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതായിരുന്നു പ്രധാന അജണ്ട. യോഗത്തിലെടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് ചുരത്തിന്റെ 9ാം വളവിൽ ഏകദേശം 80 അടി ഉയരത്തിലുണ്ടായ പാറയിലെ വിള്ളലുകളാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചില്ല കാരണമെന്നതാണ് മന്ത്രി പറഞ്ഞത്. ഇത്തരത്തിൽ ബ്ലോക്കുകളായാണ് പാറകൾ വിണ്ട് കീറിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഉത്ഭവിച്ച വെള്ളച്ചാൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. 2 മണിക്കൂറെങ്കിലും മഴ ഒഴിയാതെ വാഹനങ്ങൾ ചുരത്തിലേക്ക് കയറ്റിവിടാൻ കഴിയില്ല എന്നതാണ് മന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം അത്രത്തോളം മഴ വയനാടും കോഴിക്കോട് പരിസരങ്ങൾ, പ്രത്യേകിച്ച് താമരശ്ശേരി ചുരത്തിന്റെ ഭാഗത്ത് അത്രത്തോളം വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ 2 മണിക്കൂറെങ്കിലും മഴ ഒഴിഞ്ഞു നിൽക്കണം, എന്നാൽ മാത്രമേ വാഹനങ്ങൾ ചുരത്തിലേക്ക് കയറ്റിവിടാൻ കഴിയൂ എന്നതാണ് മന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വയനാട് കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒപ്പം ഫയർഫോഴ്സ്, ജിയോളജി, മണ്ണ് സംരക്ഷണം, പോലീസ് എന്നീ വിഭാഗങ്ങളും കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ രേഖയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മഴ ഒഴിഞ്ഞു നിന്നാൽ ഏത് സമയത്തും ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനാകും എന്നതാണ് മന്ത്രി പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഈ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് റോഡിലെ മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥ ഉണ്ടായാൽ ഇത്തരത്തിൽ ചെയിൻ ഫിറ്റാക്കിയും ക്രെയിനുകളും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും സ്ഥലത്ത് ഈ താമരശ്ശേരി ചുരത്തിൽ. ശരി സുലേഖ, എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ്. അവിടെ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.